ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാൻഷി സീരീസിൻ്റെ മൂന്നാമത്തെ സീസണിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ഈ സീരീസിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചേട്ടോൻ്റെ ഹൈഡൗട്ടിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടിയതും ഈ കാര്യം നായകൻ്റെ അടുത്തെന്ന് പറയുന്ന എമീനെയാണ് കാണിക്കുന്നത്. നായകന് ചേട്ടോൺ ബാക്ക് വാട്ടേഴ്സിലാണ് എന്ന കാര്യം മനസ്സിലായതും അവൻ സീനിയർ ഓഫീസറെയും വിളിച്ചുകൊണ്ട് നേരെ ബാക്ക് വാട്ടേഴ്സിലൂടെ കാടിനകത്ത് താമസിക്കുന്ന കനോഹോ ട്രൈബിലെ ആൾക്കാരെ ലക്ഷ്യം വെച്ച് പോകുന്നു. നായകനും സീനിയറും തോക്കെല്ലാമായി കാടിൻ്റെ അകത്തുള്ള ഒരു വീടിന് നേരെ ലക്ഷ്യം വെച്ച് വന്നതും ഇവരുടെ മൂവ്മെൻറ്റ് നേരത്തെ തന്നെ മനസ്സിലാക്കിയ ആ ഗ്യാങ്ങിൻ്റെ ലീഡർ തൻ്റെ ആൾക്കാരെ വെച്ച് ഇവരെ രണ്ടുപേരെയും ഗൺ പോയിന്റിൽ നിർത്തിയ ശേഷം അവൻ്റെ അടുത്ത് വന്നതിൻ്റെ കാര്യമെന്താണെന്ന് തിരക്കുന്നു. നായകൻ താൻ ചേട്ടോണ്ട് അന്വേഷിച്ച് വന്നതാണെന്നും അല്ലാതെ നിങ്ങളെ ആരെയും ഉപദ്രവിക്കാൻ എനിക്ക് ഉദ്ദേശമില്ലെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഗ്യാങ്ങിന്റെ തലവന്റെ അടുത്ത് ചേട്ടോണ്ടെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കാനായി പറയുന്നു. ഗ്യാങ് ലീഡർ ആദ്യമൊന്നും നായകന്റെ അടുത്ത് സഹകരിക്കുന്നില്ലെങ്കിലും ചേട്ടോൺ അവന്റെ അടുത്ത് ചെയ്തിട്ടുള്ള ക്രൂരതയെ പറ്റി അയാളുടെ അടുത്ത് പറഞ്ഞതും അയാളുടെ മനസ്സിൽ ചെറിയ മാറ്റമെല്ലാം വരുന്നു. ഗ്യാങ് ലീഡർ ചേട്ടോൺ ഇവിടെ നിന്നും പോലീസിനൊന്നും പെട്ടെന്ന് കയറി ചെല്ലാൻ സാധിക്കാത്ത ഫ്രഞ്ച് ഔട്ട് എന്ന നഗരത്തിൽ ഇല്ലീഗലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റസ്ലിംഗ് ടീമിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞതും ഇത് കേട്ട ഉടനെ നായകന്റെ മുഖത്തുള്ള ഭാവമെല്ലാം മാറുന്നു. അവൻ സീനിയറെയും കൂട്ടി അവിടെ നിന്നും പോകുന്ന സമയം സീനിയർ അയാൾ നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കുന്നതാണെന്നും അതുകൊണ്ട് അതൊന്നും മൈൻഡാക്കണ്ടെന്ന് പറയുന്നു. എന്നാൽ നായകൻ ഈ രാജ്യത്തുള്ള എല്ലാ സ്റ്റേഷനുകാരും അവരെ അന്വേഷിച്ചിട്ടും ഒന്നും തന്നെ കിട്ടാത്തത് കൊണ്ട് നമുക്ക് അവിടെയും കൂടി പോയി നോക്കാമെന്ന് പറയുന്നു. അവിടെ കച്ചിത് ഈ അണ്ടർഗ്രൗണ്ട് റസ്ലിംഗ് എല്ലാം നടക്കുന്ന സ്ഥലത്ത് ചേട്ടോണെ അന്വേഷിച്ച് നടക്കുന്ന നായകനെയും സീനിയറിനെയുമാണ് കാണിക്കുന്നത്. അത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയിൽ റിങ്ങിനകത്ത് ചേട്ടോൺ തൻ്റെ എതിരാളിയെ ഇടിച്ചിടുന്നത് കണ്ട് നായകൻ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നായകൻ തന്നെ നോക്കുന്ന കാര്യം നോട്ടീസ് ചെയ്ത് ചേട്ടോൺ പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് നേരെ ക്രൗഡിനിടയിലുള്ള നായകനെ വലിച്ച് റിങ്ങിനകത്തേക്ക് ഇടുന്നു. അവർ രണ്ടുപേരും റിങ്ങിനകത്ത് പരസ്പരം അടിയുണ്ടാക്കുന്ന ടൈമിൽ നായകൻ തോൽക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലായതും സീനിയർ ഓഫീസർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെല്ലാം പുറത്തെടുത്ത് ആകാശത്തേക്ക് ഒരു ഫയറിങ്ങെല്ലാം നടത്തിയ ശേഷം ചേട്ടോണോട് നായകനെ വെറുതെ വിടാനായി പറയുന്നു. ഈ സമയം ഈ റസ്ലിംഗ് എല്ലാം നടത്തിയിരുന്ന അതിൻ്റെ ഓണർ ശബ്ദം കേട്ട് റിങ്ങിൻ്റെ നടുവിലേക്ക് വന്നതും അയാളുടെ ബോഡി ഗാർഡ്സ് എല്ലാം സീനിയർ ഓഫീസറെ പിന്നിലൂടെ വന്ന് അവരുടെ ഗൺ പോയിന്റിൽ ലോക്ക് ചെയ്ത് വെക്കുന്നു. ഓണർ അവരുടെ അടുത്ത് ചേട്ടോൺ തൻ്റെ പ്രൊട്ടക്ഷനിലാണ് ഇവിടെ താമസിക്കുന്നതെന്നും തനിക്ക് വെറുതെ ഒരു പോലീസുകാരനെ കൊന്ന് ഇവിടുത്തെ ലോ എൻഫോഴ്സ്മെന്റുമായി ഒരു പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് നായകനോടും സീനിയറിനോടും അവിടെ നിന്നും ഒരു പ്രശ്നമുണ്ടാക്കാതെ ഇറങ്ങിപ്പോകാനായി പറയുന്നു. ഓണറിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു തീരുമാനം കേട്ടതും നായകനെ കൊല്ലാൻ വേണ്ടി കാത്തിരുന്ന ചേട്ടോൺ അവൻ്റെ അടുത്ത് നീ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒന്നുകൂടി കാണാമെന്ന് ഒരു വാണിംഗ് എല്ലാം കൊടുക്കുന്നു. അവിടെ കച്ചിത് പ്രോക്ടറിനെ കാണാൻ ചെല്ലുന്ന ക്ലേനെയാണ് കാണിക്കുന്നത്. ക്ലേ താൻ കണക്ക് പരിശോധിച്ചപ്പോൾ അവർ നടത്തുന്ന സെയിലിനേക്കാളും കൂടുതൽ ലാഭം വന്നതായി കണ്ടിട്ടുണ്ടെന്ന് പ്രോക്ടറുടെ അടുത്ത് പറയുന്നു. പ്രോക്ടർ ആണെങ്കിൽ നേഴ്സ് മൊത്തം ഒരു സന്തോഷകരമായ ലൈഫെല്ലാം ബിൽഡ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ട് ലാഭം എല്ലാം കയറി വരുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ക്ലേ പറഞ്ഞ കാര്യമൊന്നും അത്ര സീരിയസ് ആയി എടുക്കാതെ വിടുന്നു. എന്നാൽ ക്ലേ ആവട്ടെ പ്രോക്ടറുടെ അടുത്ത് ഈ കാര്യം ഡീറ്റെയിൽ അന്വേഷിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞതും കൃത്യസമയം തന്നെ സ്വിമ്മിംഗ് എല്ലാം കഴിഞ്ഞ് നേഴ്സ് അവിടേക്ക് വന്നത് കണ്ട് പ്രോക്ടർ നീ വേണ്ടതുപോലെയെല്ലാം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ക്ലേനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അവിടെ കട്ട് ചെയ്ത് ബെയ്റ്റ്സിനെയും ജോബിനെയുമാണ് കാണിക്കുന്നത്. ജോബ് ബെയ്റ്റ്സിനോട് അവർ അടിച്ചു മാറ്റിയ പൈസയുടെ സീരിയൽ നമ്പറെല്ലാം മിലിറ്ററിയുടെ കയ്യിൽ സേഫ് ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും അതുകൊണ്ട് ഈ നോട്ടെല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്നവരെ പുറത്താർക്കും കൊടുക്കുന്നത് സേഫ് അല്ലെന്ന് ഒരു വാണിംഗ് എല്ലാം കൊടുക്കുന്നു. എന്നാൽ ബെയ്റ്റ്സ് തനിക്ക് ഈ പൈസ ഇപ്പോൾ അത്യാവശ്യമായി വേണമെന്നും ഇത് കഴിഞ്ഞ് കിട്ടിയിട്ട് തനിക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ് ഒരു ബാഗ് നിറച്ച് പൈസയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ബെയ്റ്റ്സ് ആ പൈസയുമായി നേരെ ബോക്സിംഗ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ അസ്കർ എന്നൊരു പയ്യന്റെ കയ്യിൽ ആ പൈസയെല്ലാം കൊടുക്കുന്നു. അയാൾ കുറച്ചു നേരം അസ്കറിന്റെ അടുത്ത് അവന്റെ അച്ഛനെ പറ്റിയുള്ള വിശേഷങ്ങളെല്ലാം തിരക്കിയ ശേഷം നേരെ തിരിച്ച് തന്റെ കാറിൽ വന്ന് കയറിയതും പെട്ടെന്ന് കാറിനകത്ത് ജോബ് ഇരിക്കുന്നത് കണ്ട് അയാൾക്ക് ചെറിയ ഷോക്കെല്ലാം ആവുന്നു. ജോബ് ബെയ്റ്റ്സിന്റെ അടുത്ത് ആർക്കാണ് പൈസ എല്ലാം ഹാൻഡ് ഓവർ ചെയ്തത് എന്ന് ചോദിച്ചതും അയാൾ കുറച്ച് ഇമോഷണലായി താനിപ്പോൾ പൈസ കൊടുത്തിരിക്കുന്നത് പണ്ടത്തെ തൻ്റെ റിങ്ങിലെ ഒരു എതിരാളിയുടെ മകനാണെന്നും തൻ്റെ കെയർലെസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് കാരണമാണ് അസ്കറിൻ്റെ അച്ഛൻ്റെ സംസാരിക്കാനുള്ള കഴിവ് തന്നെ നഷ്ടപ്പെട്ടു പോയതെന്ന് വിഷമത്തോടെ പറയുന്നു. അവിടെ കച്ചിത് പ്രോക്ടറുടെ മീറ്റ് ഫാക്ടറിയിൽ വെച്ച് സാൽവഡോസിന് വേണ്ട മയക്കുമരുന്നെല്ലാം
ഹാൻഡ് ഓവർ ചെയ്തു കൊടുക്കുന്ന റെബേക്കനെയാണ് കാണിക്കുന്നത്. റെബേക്ക അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്ത് അവിടെ നിന്നും പറഞ്ഞയച്ചതും പുറത്തു നിന്നും എന്തോ അടിയുടെ ശബ്ദം കേട്ട് അവൾ തിരക്കിട്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന് നോക്കുന്നു. എന്നാൽ ക്ലേ ആ സപ്ലയറെ അടിച്ചു താഴേക്ക് ഇട്ടിരിക്കുന്നത് കണ്ട് റെബേക്കയ്ക്ക് താൻ നടത്തുന്ന ഈ ട്രാൻസാക്ഷനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ക്ലേ പിടികൂടിയിട്ടുണ്ട് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. അവൾ ഈ കാര്യം ക്ലേ പ്രോക്ടറുടെ അടുത്ത് പറയാതിരിക്കാനായി നേരെ ക്ലേയുടെ അടുത്ത് നിന്ന് അവനെ സെഡ്യൂസ് ചെയ്യാനായി നോക്കുന്നു. റെബേക്ക നേരെ അവൻ്റെ ഡ്രസ്സിൻ്റെ അകത്തേക്ക് കൈയിട്ടതും ക്ലേയുടെ പ്രൈവറ്റ് പാർട്ടെല്ലാം ആരോ മുറിച്ചു മാറ്റിയിരിക്കുന്നത് കണ്ട് അവൾക്കിത് വളരെയധികം ഷോക്കിംഗ് ആയി തോന്നുന്നു. അവൾ ക്ലേനെ കളിയാക്കിക്കൊണ്ട് പിന്നെ ഒരിക്കലും പ്രോക്ടർ തനിക്ക് മേലെ പ്രതിഷ്ഠിക്കില്ലെന്നും താൻ പ്രോക്ടറുടെ സ്വന്തം ബ്ലഡ് ലൈൻ ആയതുകൊണ്ട് പ്രോക്ടർക്ക് ശേഷം ഈ ബിസിനസ്സുകളെല്ലാം തനിക്കാണെന്ന് പറഞ്ഞ് ക്ലേനെ അവിടെ വെച്ച് അപമാനിച്ചിട്ട് പോകുന്നു. അവിടെ കച്ചിത് ചേട്ടോനെ അന്വേഷിച്ച് ആ ടൗണിലൂടെ മദ്യപിച്ച് കിടക്കുന്ന നായകനെയും സീനിയറിനെയുമാണ് കാണിക്കുന്നത്. സീനിയർ എത്രയൊക്കെ നോക്കിയിട്ടും ചേട്ടോനെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് നായകനോട് നമുക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റിയെല്ലാം ചിന്തിക്കാമെന്ന് പറയുന്നു. എന്നാൽ നായകൻ അവൻ എന്തായാലും നമ്മളെ തേടി വരാണ്ടിരിക്കില്ലെന്നും അവൻ്റെ അനിയനെ കൊന്നതിനുള്ള ദേഷ്യം അവന് ഇപ്പോഴും ഉള്ളതുകൊണ്ട് വൈകാതെ തന്നെ അവൻ നമ്മളെ തേടിയെത്തുമെന്ന് സീനിയറിൻ്റെ അടുത്ത് ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ചേട്ടോൺ സിയോബിനെ കൊല്ലുന്നതെല്ലാം സ്വപ്നം കണ്ടു നിൽക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. ഉറക്കത്തിൽ നിന്നും ഞെട്ടിയെഴുന്നേറ്റതും തൊട്ടു മുന്നിൽ ചേട്ടാൻ നിൽക്കുന്നത് കണ്ട് അവർക്കിടയിൽ ഒരു ഗംഭീര ഫൈറ്റ് തന്നെ നടക്കുന്നു. ഫൈറ്റിനിടയിൽ രണ്ടുപേർക്കും നിരവധി പരിക്കെല്ലാം പറ്റുന്നുണ്ടെങ്കിലും നായകന് നല്ലൊരു അവസരം കിട്ടിയ ഉടനെ അവൻ പൊട്ടിയ കുപ്പിയുടെ കഷ്ണമെടുത്ത് ചേട്ടോന്റെ നെഞ്ചത്തേക്ക് കുത്തിയിറക്കുന്നു. മുറിവിന്റെ ആഴം മനസ്സിലായതും ചേട്ടോൺ വേഗം തന്നെ നായകനെ അവിടെ നിന്നും തള്ളിയിട്ട ശേഷം അവിടെ നിന്നും രക്ഷപ്പെടാനായി നോക്കുന്നു. ഈ സമയം നായകനും സീനിയറും ചേട്ടോനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിലും മുറിവിൽ നിന്നുള്ള ബ്ലീഡിങ് കാരണം അധിക ദൂരം ഓടിപ്പോകാൻ വേണ്ടി സാധിക്കാതെ വന്ന ചേട്ടോൺ ഒരു ബ്രിഡ്ജിന്റെ മുകളിലെത്തിയതും അവിടെ വെച്ച് നായകന്റെ അടുത്ത് കുറ്റസമ്മതമെല്ലാം നടത്തുന്നു. നായകന് കാത്തിരിപ്പിനൊടുവിൽ ചേട്ടോനെ നേർക്ക് നേരെ കിട്ടിയതും അവൻ കയ്യിലുണ്ടായിരുന്ന ഷോട്ട് ഗൺ വെച്ച് ചേട്ടോന്റെ തലയിലേക്കും വയറ്റത്തേക്കും ഫയറിങ്ങെല്ലാം നടത്തിയതും അവന്റെ തലയും വയറും അവിടെ വെച്ച് ചിന്നിച്ചെതറിപ്പോകുന്നു. സീനിയറും നായകനും കൂടി ഇനി വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാനായി അവന്റെ ബോഡി ആ ബിൽഡിങ്ങിൽ നിന്നും നേരെ തൊട്ട് താഴെയുള്ള നദിയിലേക്ക് എറിയുന്നു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അവർ മനസ്സിൽ കൊണ്ടുവരുന്ന പകയെല്ലാം തീർത്ത സന്തോഷത്തിൽ സീനിയർ ഓഫീസർ നായകന്റെ അടുത്ത് പ്രോക്ടറുടെ കാര്യവും നമുക്ക് ഇതുപോലെ തന്നെ തീർക്കണമെന്ന് പറയുന്നു. ഇതേസമയം ബാൻഷിയിൽ തന്റെ വീട്ടുകാരുടെ കൂടെ പ്രാർത്ഥനയെല്ലാം അറ്റൻഡ് ചെയ്യുന്ന പ്രോക്ടറിനെയും നഴ്സിനെയുമാണ് കാണിക്കുന്നത്. ഈ സമയം പെട്ടെന്ന് കുറച്ച് വ്യക്തികൾ തോക്കെല്ലാമായി അവിടേക്ക് വന്ന ശേഷം പ്രോക്ടറിനെയും നഴ്സിനെയും അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ കട്ട് ചെയ്ത് കോഫി ഷോപ്പിൽ ക്യാരിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നിരിക്കുന്ന കേണലിനെയാണ് കാണിക്കുന്നത്. ഈ സമയം ക്യാരി കേണലിന്റെ മുഖത്തുള്ള ചതഞ്ഞ പാടുകൾ കണ്ടതും ഒന്നും അറിയാത്തത് പോലെ ഇതെങ്ങനെ സംഭവിച്ചതാണെന്നെല്ലാം ചോദിച്ച് കേണലിന്റെ അടുത്ത് അവരുടെ വിശേഷങ്ങളെല്ലാം തിരക്കുന്നു. കേണൽ ബേസിൽ നടന്ന റോബറിക്കിടയിൽ പറ്റിയ സംഭവമാണെന്ന് പറഞ്ഞതും ക്യാരി വേഗം തന്നെ നിങ്ങൾ പോലീസിനെ എങ്ങാനും വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നു. എന്നാൽ കേണൽ പോലീസിന്റെ ഒന്നും ആവശ്യമില്ലെന്നും തനിക്കിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ക്യാരിയുടെ അടുത്ത് നീ റാബിറ്റിന്റെ മകളായതുകൊണ്ട് ക്രിമിനൽ മൈൻഡ് സെറ്റ് വെച്ച് പെട്ടെന്ന് ഇതുപോലത്തെ കേസെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് തന്നെ ഈ കേസിൽ സഹായിക്കാനായി പറയുന്നു. എന്നാൽ ക്യാരി താനും തൻ്റെ അച്ഛനും നല്ല റിലേഷനിലായിരുന്നില്ലെന്ന് പറഞ്ഞ് കേണൽ ചോദിച്ച ആവശ്യങ്ങളെല്ലാം നിരസിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതേ ടൈമിൽ താൻ ആ ടേബിളിൽ കൈവച്ചിരുന്ന ഭാഗത്ത് തൻ്റെ തമ്പ് ഇംപ്രഷൻ്റെ ചെറിയ പാടെല്ലാം വന്നിരിക്കുന്നത് കണ്ട് അയാൾക്ക് ക്യാരിയുടെ മേലെയും ആ ഷോപ്പിൻ്റെ മേലെയും സംശയമെല്ലാം വരുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.